ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കമ്പ്യൂട്ട് അരിത്തമെറ്റിക് മീൻ ബൈ ഡയറക്റ്റ് മെത്തേഡ്. ഇവിടെ മാർക്സ് തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് സീരീസിലാണ് തന്നിരിക്കുന്നത്. കണ്ടോ, 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നിരിക്കുന്നതാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 5, 10, 25, 30, 20, 10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ ആദ്യം ചെയ്തേക്കുന്നത് നോക്കിക്കേ, മാർക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് വരച്ചു, നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരച്ചു, അതിനുശേഷം മിഡ് പോയിൻ്റ് എം എന്ന് പറഞ്ഞിട്ടൊരെണ്ണം മിഡ് പോയിൻ്റ് വരച്ചു, ദെൻ എഫ് എം എന്നൊരു ബോക്സും കൂടിയാണ് വരച്ചേക്കുന്നത് അല്ലേ. യെസ്, ഇനി നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് വൺ 0 to 10. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 0 to 10ൻ്റെ നേരെയുള്ളത് 5 ആണ്, അത് ഇറക്കി എഴുതി. 10 to 20യുടെ നേരെ എത്രയാണ്? 10 ആണ്, അത് എഴുതി. 20 to 30, 25, 30 to 40, 30, 40 to 50, 20, 50 to 60, 10. അപ്പോൾ ആദ്യം മാർക്സ് ഇറക്കി എഴുതി, ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതി. അതിനുശേഷം ചെയ്തേക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എല്ലാം കൂടെ കൂട്ടാം, ആഡ് ചെയ്യണം. 5 + 10 + 25 + 30 + 20 + 10. അപ്പോൾ എത്ര കിട്ടാന്നുള്ളത് സിഗ്മ എഫ്. കണ്ട, ആ ഒരു ചിഹ്നത്തിന് സിഗ്മ എന്നാണ് പറയാം. സിഗ്മ എഫ് ഈക്വൽ ടു അത് കൂട്ടുമ്പോൾ ഉള്ളത് 5, 10, 25, 30, 20, 10 ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ 100 എന്നുള്ള നമ്പർ കിട്ടും. അപ്പോൾ സിഗ്മ എഫ് ഈക്വൽ ടു 100 എന്ന് എഴുതി. ഇനി നോക്കിക്കേ, മിഡ് പോയിൻറ്റ്സ് എം. ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഈ പറയുന്ന 0യും + 10ഉം, അതായത് ആദ്യത്തെ ആ ഒരു ബോക്സിൽ 0 + 10 / 5 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരത്തിന് /5 അല്ല കേട്ടോ, /2 ചെയ്താലാണ് മിഡ് പോയിൻ്റ് കിട്ടുക. നോക്കിക്കേ, 0 + 10 എന്ന് പറയുമ്പോൾ 10 ആണ്, 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അടുത്തത് നോക്കിക്കേ, 10 + 20 എന്ന് പറഞ്ഞാൽ 30 ആണ്, 30/2 എന്ന് പറഞ്ഞാൽ 15 ആണ്. അത് കഴിഞ്ഞ് 20 + 30 എന്ന് പറഞ്ഞാൽ 50 ആണ്, 50/2 25. അപ്പോൾ അത് സെയിം ആയതുകൊണ്ട് തന്നെ, അതായത് 0 to 10, 20 to 20 അങ്ങനെ എല്ലാം സെയിം ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിഡ് പോയിൻറ്റ്സ് ആ ഒരു ഓർഡറിൽ തന്നെ 5, 15, 25, 35, 45, 55 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്ന് കൂട്ടി നോക്കാറുണ്ട്. എനിവേസ്, നെക്സ്റ്റ് നോക്കാം. എഫ് എം ആണ്. എഫ് എം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആ ബോക്സും മിഡ് പോയിൻറ്റ്സിൻ്റെ എമ്മും കണ്ടോ, അതിന് ആ ഒരു ബോക്സും കൂടെ ഇൻറ്റു ചെയ്യണം. 5 × 5 25, 10 × 15 150, 25 × 25 625 ഇങ്ങനെ എല്ലാം ഇൻറ്റു ചെയ്യുക. എഫും എമ്മും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ, എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് കേട്ടോ എഫ് എന്ന് പറയുക. അപ്പോൾ എഫും എമ്മും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് കിട്ടി. ഇനി ചെയ്യേണ്ടത് എന്താണ്? എഫ് എം എല്ലാം ആഡ് ചെയ്യണം, അങ്ങനെ കിട്ടുന്നതാണ് സിഗ്മ എഫ് എം. അതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ 3300 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ആണ്. എക്സ് ബാർ ഈക്വൽ ടു, കണ്ടോ, എക്സിൻ്റെ മുകളിലൊരു വര ഇടുന്നതിന് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ചെയ്യാം. അപ്പോൾ സിഗ്മ എഫ് എം എന്ന് പറയുന്നത് നമുക്ക് 3300 ഇട്ടിട്ടുണ്ട്, ബൈ സിഗ്മ എഫ് എത്രയാണ്? 100. ഇത് ചെയ്യുമ്പോൾ 33 എന്ന ഉത്തരം കിട്ടും. ഭയങ്കര സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അപ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ. താങ്ക് യു സോ മച്ച്.